തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർ ശ്രീലേഖ കൗൺസിലറായി വിജയിച്ചതിനു ശേഷം മേയർ ആകുമെന്ന് ആഗ്രഹിച്ച് ആ ഒരു സ്ഥാനം ലഭിക്കാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ തീർക്കുന്നത് എന്നാണ് ട്രോൾ പേജുകൾ പറയുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം MLAക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ MLAയുടെ ഓഫീസ് ഒഴിഞ്ഞു തരണം എന്നുള്ള ആവശ്യവുമായി MLA സമീപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതിനെ ഒരു അവസരമാക്കി ഇപ്പോൾ CPM മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നേതൃത്വത്തോട് ചോദിക്കാതെയാണ് ഇത്തരത്തിലൊരു ആവശ്യം ആർ ശ്രീലേഖ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നത് DGP MLA പോരാണോ? അല്ല, ഞാനിതിനെ കൃത്യമായി കാണാൻ ശ്രമിക്കുന്നത് വട്ടിയൂർക്കാവിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA ബ്രോയ ആയിട്ടുള്ള VK പ്രശാന്തും DGP റിട്ടയർഡ് IPS കാരിയുമായുള്ള ശ്രീലേഖ IPS തമ്മിലുള്ള പൊളിറ്റിക്കൽ BJP CPM വാറാണ് ഞാൻ ഇതിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നത്. ഇതിൽ നേട്ടം കൊയ്യുക ആരെന്ന് ചോദിച്ചാൽ കൃത്യമായി അവിടെ മുരളീധരനെ പോലെ ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൊയ്യാനുള്ള സാധ്യതകൾ ഇവർ ഇപ്പോഴേ തുറന്നു കൊടുക്കുന്നൊരു വാതിലാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പോരുകൾ, രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയാൻ കഴിയുക. അതായത് നോക്കൂ, ഏത് ഘട്ടം മുതലാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്? കൃത്യമായി VK പ്രശാന്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ IPSനെ പോലൊരാളെ പിച്ച് ചെയ്യിക്കാൻ, അദ്ദേഹത്തിന് പെനട്രേറ്റ് ചെയ്യാൻ, അതായത് MLA ബ്രോയെ ഒന്ന് വരുതിക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ നമ്മുടെ സബ് എഡിറ്റർ ആയിട്ടുള്ള മേഘാ ജസ്റ്റിൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യമുണ്ട്. 2019 കാലഘട്ടത്തിൽ കേരളം വറുതിയുടെ കാലത്തിലൂടെ കടന്നു പോയപ്പോൾ 2019 ഒരുപാട് തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നാടാകെ കേരളത്തിൽ ഒട്ടാകെയുള്ള ജനങ്ങൾ ചെയ്തിരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ ഇപ്പോൾ അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിൽ നിന്നും പ്രളയബാധിതരായ ഭൂമിയിലേക്ക് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അന്ന് M വാസുകിയെ പോലുള്ള VKPയെ പോലെ അന്ന് മേയർ ബ്രോ ആയിരുന്നു, അതായത് തിരുവനന്തപുരം നഗരപിതാവായിരുന്നു. ആ കാര്യം അന്ന് PR എന്ന എക്സസൈസ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എല്ലാം തന്നെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു ഗുഡ് ഇമേജ് നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ MLA ബ്രോ, ബ്രോ, എന്താണ് കളക്ടർ ബ്രോ, ഇങ്ങനെ കുറെ ബ്രോമാരുണ്ടായിരുന്ന സമയമായിരുന്നത്. സത്യം പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ അവർ നേരത്തെ നടത്തിയൊരു മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തിയൊരു എന്താണ് PR എക്സസൈസ്. അന്ന് PR എന്നുള്ള വാക്കുകൾ പോലും എത്തിയിട്ടില്ല എങ്കിലും വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ആ വാക്കിലേക്ക് എത്തിയെങ്കിൽ പോലും അന്നത് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്തൊരു അവസരം വന്നപ്പോൾ വട്ടിയൂർക്കാവിൽ ആര് മത്സരിക്കുമെന്ന് CPM തീരുമാനമെടുക്കുന്നു. അവിടേക്ക് അതാ മേയർ ബ്രോ വരുന്നു. അവിടെ അടിച്ച് പൊളിച്ച് അവിടെ VK പ്രശാന്ത് ജയിക്കുന്നു, തൂത്തുവാടുന്നു. വട്ടിയൂർക്കാവ് ഭരണത്തിൽ വരുന്നു. അതിനുശേഷം അവിടുന്ന് K മുരളീധരൻ വടകരയിലേക്കും അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ പിച്ച് ചെയ്ത് മൊത്തത്തിൽ കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങളെല്ലാം തന്നെ പിടിച്ചടക്കാനുള്ള സാഹചര്യം എടുക്കുന്നു. അല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ BJPക്ക് അവിടെ വളർച്ചയുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ വളരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു സാധ്യത പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ പരിശോധിക്കാതെ CPM കോൺഗ്രസ് തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പല രീതിയിൽ രാഷ്ട്രീയപരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ സാധിക്കാത്ത ലൂപ്പ് ഹോളുകൾ അന്വേഷിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ഗ്യാപ്പിലൂടെ, ഈ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലൂടെ BJPയുടെ വളർച്ച അല്ലെങ്കിൽ BJP പടർന്ന് പന്തലിച്ചത് ഇവരാരും കണ്ടിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലെ പറഞ്ഞു BJP വളർന്നു, BJPക്ക് ഇനി തടയിടാൻ കേരളത്തിലാകില്ല. അല്ല, പക്ഷെ വളർച്ചയ്ക്ക് ഇപ്പോ BJP വളർന്നു കഴിഞ്ഞു, പക്ഷെ നിന്നിടത്ത് നിന്നും ഉയരാനുള്ള ഒരു അതായത് ഈ സംഘടനാപരമായിട്ടുള്ള പെനട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി CPM മാത്രമല്ല ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റ് സംഘടനകളും എല്ലാം തന്നെ പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ BJP വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ CPMമാരും കോൺഗ്രസ്സുകാരും ഒരു ഭീതി കേരളത്തിൽ ജനിപ്പിച്ചിരുന്നു. കേരളത്തിൽ BJP വന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. അവിടെ BJPയുടെ മേയറായ VV രാജേഷും ഡെപ്യൂട്ടി സ്പീക്കറായ ആശയും വന്നിരിക്കുന്നു. ഇത് സത്യമാണ്. കേരളത്തിൽ 20% വോട്ടുകൾ വർദ്ധിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26 പഞ്ചായത്തുകൾ പിടിച്ചു. ഇങ്ങനെ തന്നെയാണ് BJP വളർന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി ആർ ശ്രീലേഖയും ഇത്തരത്തിൽ ഇപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ആർ ശ്രീലേഖയും ഈ പറയുന്ന MLA VK പ്രശാന്തും തമ്മിലുള്ള പോര്, അതായത് BJP CPM തമ്മിലുള്ള ഈ ഒരു പോര് അവിടെ കോൺഗ്രസിനെ വിജയിപ്പിക്കാനുള്ള ഒരു ആയുധമായി മാറുമോ എന്നുള്ളതാണ് സംശയം. നോക്കൂ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് മുമ്പ് ഈ
വിഷയങ്ങൾ വരുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ നിരീക്ഷണം, തിരുവനന്തപുരത്ത് അർബൻ കേന്ദ്രീകൃതമായി നിൽക്കുന്ന 3 മണ്ഡലങ്ങൾ, അത് ഇത് കഴിഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് BJP-യുടെ മണ്ഡലങ്ങളും സാധ്യതാ പട്ടികയും വെച്ചൊരു ചർച്ച ഇതിൽ തന്നെ എടുക്കേണ്ടതാണ്. അതിൽ ഇപ്പോൾ പറയുകയാണ്, വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖയെ പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട്, കഴക്കൂട്ടത്ത് V. മുരളീധരനെ പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട്, നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് 3 അർബൻ MLA സീറ്റുകൾ അവർ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയൊന്നുമല്ല. അതായത് വട്ടിയൂർക്കാവ് പോലൊരു സ്ഥലത്ത്, വട്ടിയൂർക്കാവിന് ഇതിനു മുമ്പും വട്ടിയൂർക്കാവിന്റെ കൗൺസിലർ എന്ന് പറയുന്നത് BJP-യുടെ ഒരു തവണ ആയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് BJP-ക്ക് വോട്ട് ഷെയർ ഉള്ള, BJP-ക്ക് പെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനങ്ങളുള്ള, RSSന്റെ പ്രവർത്തനമുള്ള മേഖലകളിൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ ശ്രീലേഖയെ കൊണ്ടുവന്നിറക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, മേയർ സ്ഥാനം കിട്ടിയില്ല എന്ന തരത്തിൽ വരുമ്പോൾ അവരൊരു അമിക്കബിൾ സൊല്യൂഷൻ എന്ന നിലയിൽ BJP മുന്നോട്ട് വെക്കുന്ന വർക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഹോംവർക്ക് ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത്. ഈ ഫസ്റ്റ് ദിവസം ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുൽ രവീന്ദ്രനുമായി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേഘയുമായ ചർച്ച, ഞാൻ പറഞ്ഞു ഇത് രാഹുൽ രവീന്ദ്രൻ, VV രാജേഷ് മേയർ ആണെങ്കിൽ വട്ടിയൂർക്കാവിലെ BJP-യുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് R. ശ്രീലേഖ IPS തന്നെയാണ്. കൃത്യമായി, അതായത് ഡെക്കറേറ്റിക്കലി അതിന്റെ ഒരു ഗ്രാഫ് അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ശബരിനാഥ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാൻ പോകുന്നത്. ഇതിന്റെ രാഷ്ട്രീയ കളങ്ങൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുരളീധരനെ പോലുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു രാഷ്ട്രീയ ചാണക്യനൊക്കെ ആയി നിൽക്കുകയാണ്. ഇപ്പോൾ 10 നിന്ന് 19 സീറ്റുകളിലേക്ക് എത്തി. സംഘടനാ ശേഷി കുറെ അധികം പ്രവർത്തിച്ചു. 5.26% വോട്ടുകൾ സംസ്ഥാനത്തൊട്ടാകെ UDF-ന് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ സംഘടന താഴെത്തട്ടിൽ ബ്ലോക്ക്, ബൂത്ത് തലങ്ങൾ മുതലുള്ള സംഘടനാ ശേഷികൾ മൊത്തം വർദ്ധിപ്പിക്കാനായത്, ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു പ്രസ്തുതമായ കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. നോക്കൂ, ഈ 2 വോട്ടുകൾ, അതായത് ഇപ്പോൾ മറ്റൊരു ഘടകമുണ്ട്. CPM സ്വീകരിക്കുന്ന മൃദു ഹിന്ദു സമീപനമെന്ന് എല്ലാ കാലത്തും കഴിഞ്ഞ കാലങ്ങളിൽ കുറേ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മൃദു ഹിന്ദു സമീപനം വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് പോകുന്നത്? അതായത് ഈ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്ന ഹിന്ദു കേഡർ വോട്ടുകൾ, CPM-ലേക്ക് പോകുന്ന മൃദു ഹിന്ദു വോട്ടുകൾ, ഇതെല്ലാം തന്നെ സ്പ്ലിറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ജയിക്കാൻ പോകുന്നത് മുരളീധരനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നും നമ്മൾ കാണിപ്പയ്യൂരല്ല ഇപ്പോഴേ ഹൈക്കമാൻഡിന്റെ കയ്യിലിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിടാൻ ഇവിടുത്തെ ചാനലുകളെ പോലെ നമ്മൾ കാണിപ്പയ്യൂരില്ല. അദ്ദേഹം സേഫ് ആയിട്ടുള്ള, അതായത് അവിടെയും ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്, അതായത് ഈ അർബൻ വോട്ടുകൾ വരുന്ന നിയമസഭാ സീറ്റുകൾ അവിടെ തോൽവി രുചിക്കുമെന്നതിനാൽ ഇവർ സേഫ് ആയിട്ടുള്ള, ഇപ്പൊ അരുവിക്കര പോലെ, അല്ലെങ്കിൽ വർക്കല പോലെ, ചിറയൻകീഴ് പോലെ, അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര പോലെ, പാറശാല പോലെ, നെടുമങ്ങാട് പോലെ, ഇത്തരം നെടുമങ്ങാട് CPI ആണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വരുന്നത്. എന്നാൽ ഇതേപോലുള്ള മലയോര തീരദേശ മേഖലകളിലേക്ക് കുടിയേറാനുള്ള, അല്ലെങ്കിൽ ആ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, കോൺഗ്രസും CPM-ഉം പൊതുവായിട്ട് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അർബൻ വോട്ടുകൾ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ. കോൺഗ്രസിന്റെ രീതി ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സെറ്റിൽമെന്റുകൾക്കും തദ്ദേശ തലത്തിൽ റെഡിയാകാത്തത് MV ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ നിന്നും VD സതീശന്റെ ഭാഷയിൽ നിന്നും അത് വ്യക്തമാണ്. അപ്പോൾ BJP 4 സീറ്റുകൾ പിടിക്കുകയാണ്, 5 സീറ്റുകൾ പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇരുപക്ഷമായാലും ആര് ജയിക്കുന്നു അവരിൽ നിന്ന് 5 സീറ്റുകൾ കുറയുകയല്ലേ? ബാക്കിയുള്ള സീറ്റുകൾ ബാക്കി 13 ജില്ലയിൽ നിന്നും കണ്ടെത്തിയാൽ മതി എന്നുള്ള സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. LDF-നെ സംബന്ധിച്ച് എന്താണ്? സിറ്റിംഗ് സീറ്റുകളിൽ ഒരെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ. കോവളം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ UDF-ന്റെ പക്കലുള്ള സീറ്റ്. അല്ലാതെ ബാക്കിയെല്ലാം LDF-ന് പെട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്, സിറ്റിംഗ് സീറ്റുകളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ BJP അവരുടെ കയ്യിൽ നിൽക്കുന്ന 4 സീറ്റുകൾ പിടിച്ചാൽ അവിടെ ഉപകാരപ്രദമാകുക ആർക്കാണ്? അത് UDF-നാണ്. അപ്പോൾ ഈ കണക്കുകൂട്ടലുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് മൗനാനുവാദമായി കൊടുത്തു നിർത്തുന്നതും, അല്ലെങ്കിൽ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് കൂടെ ചെറിയ സ്റ്റേറ്റ്മെന്റ് പല മേയർ നേതാക്കന്മാരിൽ നിന്ന് വരുന്നതും എന്നുള്ളത് വസ്തുതയാണ്.